അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ലുക്ക് ഉണ്ട്, നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇന്നൊരു ബ്യൂട്ടി വ്ളോഗാണ്. ഞങ്ങൾ വീട്ടിൽ സ്കിൻ കെയറിന് വേണ്ടി ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞങ്ങളിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നും വീട്ടിൽ എങ്ങനെ തയ്യാറാക്കണമെന്നും കാണിച്ചു തരാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു സ്പൂണിൽ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഞാൻ സൈഡിൽ ലിസ്റ്റ് ചെയ്തേക്കാം എന്തൊക്കെയാണ് ഇത്ര അളവിലാണ് എടുത്തതെന്ന്. ഒരു സ്പൂൺ കാപ്പിപ്പൊടി പിന്നെ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇതിലോട്ട് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡർ നമ്മളുടെ മുഖം തിളങ്ങാൻ വളരെ നല്ലതാണ്. നമുക്ക് വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടെ ആയതുകൊണ്ട് നമ്മളുടെ സ്കിൻ കളർ ബ്രൈറ്റൻ ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഇനി അല്പം ചെറുനാരങ്ങാ നീരാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറുനാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ, കയ്യിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ച് അധികം വന്നാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അടുത്ത ദിവസം യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ തൈരിലെ കട്ടയൊക്കെ ഉടഞ്ഞു വന്നിട്ട് നല്ലോണം ഈ കോഫി പൗഡറും നാരങ്ങാനീരും നമ്മുടെ മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരുന്നത് വരെ, ഒരു ക്രീമി പേസ്റ്റ് ആ ഒരു രൂപത്തിലാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് മുഖത്തിടാൻ പറ്റിയൊരു പരുവായിട്ടുണ്ട്. ഇനി നമ്മളെ മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിത് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് പാർലറിലൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിലോ, അതേപോലെ നമ്മളുടെ സ്കിൻ വല്ലാണ്ട് ഡള്ളായിട്ട് ഇരിക്കുമ്പോഴോ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണിത്. നമുക്കിനി ഇത് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1-2 തവണ നല്ല കട്ടിയിൽ കൊടുക്കാറുണ്ട്. എനിക്ക് എന്തെങ്കിലും മുഖത്തൊക്കെ തേക്കുമ്പോൾ കുറച്ച് ഒന്ന് കട്ടിയിൽ വരുമ്പോഴേ ഒരു സമാധാനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കും. ഫില്ലാവാത്ത ഏരിയാസിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. വെളുക്കണോ? ഓ വെളുപ്പിച്ചരാ, ഇരിക്കേ. ജെൻസിനെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്കിതാ ഇങ്ങനെ തെളിയിക്കാം. റെഡി? നല്ല തണുപ്പില്ലേ? നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. കണ്ണിനടുത്ത് നല്ല കറുപ്പ് കിട്ടും. വെളുത്തിട്ടുണ്ട്, കറുപ്പൊന്ന് പോയി കിട്ടണം. പിന്നെ താടിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖം. ഷേവ് ചെയ്ത് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് വളർത്തും. നല്ല സുഖമല്ലേ വിഷം ചെയ്യുമ്പോൾ? നല്ലൊരു പ്രേതലുക്ക് വന്ന പോലെ ഉണ്ട് അല്ലേ? ഇനി നമുക്കിതൊന്ന് കഴുകി വെക്കാം. കഴുകിയിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ വെളുക്കുക എന്ന് പറയുന്നതിനും അപ്പുറത്ത് നമ്മളുടെ സ്കിന്നിനൊരു കെയർ കൊടുക്കുക, നമ്മൾ അതിനെ ഒന്ന് സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ പറയണം. ടാറ്റ.